ആദ്യം പ്രപ്പോസ് ചെയ്തേ? ഞാൻ തന്നെ. എത്ര നാളെ നിങ്ങൾ പ്രണയിച്ചു? ഞങ്ങൾ ആക്ച്വലി ഒരേ നാട്ടുകാരാണ്. 3 കിലോമീറ്ററിന്റെ വ്യത്യാസം. ഒരു പാടത്തിന്റെ അക്കരയായിരുന്നു. അപ്പൊ എനിക്ക് അറിയാം, ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. 5ാം ക്ലാസ് മുതലുള്ള പരിചയം. 5ാം ക്ലാസ് മുതലോ? ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മൊബൈലൊക്കെ ഇറങ്ങി തുടങ്ങിയ ഒരു സമയമാണെന്ന് തോന്നുന്നു. ചെറിയ ടെക്സ്റ്റ് നോക്കിയന്റെ 1100 ഒക്കെ. മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ അമ്മയോടെ പറഞ്ഞത്, അമ്മ ഇങ്ങനെ ഇത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇഷ്ടമാണ്, അത് മോബെണ്ണയാന്ന് പറഞ്ഞു. സുപ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഇറങ്ങി പുറപ്പെട്ടു. അല്ല, ഞാൻ വീട്ടില് പറഞ്ഞിട്ടാ പോകുന്നത്. ഈ 17 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് റോസപ്പൂ അല്ലാതെ വേറെ ഒന്നും എനിക്ക് തരാനില്ല. ഐ ലവ് യു. തിരിച്ചെന്താ പറയാനുള്ള? എനിക്ക് എന്താ പറയാ, എനിക്കും ഇഷ്ടമാണ്. ഭർത്താവായിട്ട് ചേട്ടനെ തന്നെ സെലക്ട് ചെയ്ത് എനിക്കൊരു ഭയങ്കര അഭിമാനവും സന്തോഷവും ഉണ്ട്. എനിക്ക് ഇത്രയും നല്ലൊരു ലൈഫ് തന്നതില് താങ്ക് യു സോ മച്ച്. ആ ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നോ? ഞങ്ങൾ കാറിനാണ് വന്നത്. പൊട്ട് കുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഞാൻ മസ്താനിയുടെ നോക്കിയിരിക്കായിരുന്നു. സ്വന്തം വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാ? അമ്മ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പോ നിങ്ങളിങ്ങനെ അടുത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എൻ്റെ അടുത്ത ചോദ്യം എന്തായിരിക്കും. നിങ്ങളൊരു ലവ് മാരേജ് ആയിരുന്നു, ഒരു ലവ് സ്റ്റോറി, ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ഉണ്ട് ഇതിന്റെ പുറകിൽ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ലവ് സ്റ്റോറി? ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തേ? ഞാൻ തന്നെ. പറഞ്ഞിട്ടില്ലേ? അമ്പടാ ചോദിച്ചില്ലല്ലോ. അന്ന് ചോദിക്കാഞ്ഞേ? ഞാൻ ചോദിച്ചു. അപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ദേവുന് അറിയായിരുന്നോ? എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷം മുന്നേ, എത്ര നാളെ നിങ്ങൾ പ്രണയിച്ചു? ഞങ്ങൾ ആക്ച്വലി ഒരേ നാട്ടുകാരാണ്. ഒരു 1 കിലോമീറ്ററിന്റെ വ്യത്യാസം. ഒരു പാടത്തിന്റെ അക്കരയായിരുന്നു. അപ്പൊ എനിക്ക് അറിയാം, ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ഇവരെ ഫാമിലിനെ അറിയാം, ഇവരൊക്കെ അറിയാം, ചെറുതായപ്പോൾ മുതലേ അറിയാം. അങ്ങനെ കാണാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെറുപ്പത്തിലൊക്കെ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ലൈബ്രറിയിലോട്ട് അന്ന് മുതൽ വായിക്കുന്ന ആളാണ്. പോകുന്ന സമയത്ത് കാണാം. ട്യൂഷൻ കഴിഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട്. 5ാം ക്ലാസ് മുതലുള്ള പരിചയം. 5ാം ക്ലാസ് മുതലോ? ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലുള്ള പരിചയമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചേട്ടൻ. ഗ്രോ ഓൾഡ് ടുഗദർ എന്നൊക്കെ പറയുന്നത് പോലെ. അതെ അതെ, അങ്ങനെ അറിയാം. അങ്ങനെ പരിചയം കണ്ടുള്ള പരിചയത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പ്രപ്പോസ് ചെയ്ത. അത് കുറച്ച് കഴിയില്ല, ഒരു +2 പഠിക്കുമ്പോഴും 10 ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്. +1 ആയിരുന്ന സമയത്താണ്. അന്ന് മൊബൈലൊക്കെ ഇറങ്ങി തുടങ്ങിയ ഒരു സമയമാണെന്ന് തോന്നുന്നു. ചെറിയ ടെക്സ്റ്റ് നോക്കിയന്റെ 1100 ഒക്കെ ഇറങ്ങി. അപ്പൊ എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്, ഇവരെ വീട്ടിലൊരു മൊബൈല് ഉണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു കുട്ടിയുണ്ട്. അപ്പം അവരുടെ നിന്ന് നമ്പർ വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ അവരുടെ മൊബൈലിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അവളുടെ വീട്ടിലത്തെ മൊബൈലിൽ നിന്ന് ആണോ എൻ്റെ മൊബൈലിൽ നിന്ന് അവിടെ നിന്ന് നമ്പർ വാങ്ങിയിട്ട് ഞാൻ അങ്ങ് മെസ്സേജ് അയച്ചു. അങ്ങനെ വെറുതെ അത് എനിക്കൊന്ന് കറക്റ്റ് അറിയാമോ, കസ്റ്റം മെസ്സേജ് ആയിട്ട് ഈ ഫോണിൽ കുറച്ച് സംഭവം ഉണ്ടാവും. റോസാപ്പൂവിന്റെ ചിഹ്നമൊക്കെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവം. അത് അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ചെയ്തല്ല, അതിലുണ്ട് അത് ഒരു മെസ്സേജ് ഉണ്ട്. അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് പിക്ക് പോലെ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. അതുവരെ അറിയത്തില്ല, മെസ്സേജ് കണ്ടിട്ട് എന്താ പറയുന്നതെന്നും നമുക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 വീക്കോ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു. അല്ല, ഒന്നുകൂടെ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് വിളിച്ചു. മെസ്സേജ് അയക്കാൻ നിന്നില്ല, വിളിച്ചിട്ട്
അറിഞ്ഞ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ അമ്മയോടെ പറഞ്ഞത്, അമ്മ എങ്ങനെ ഇത് സീക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇഷ്ടമാണ്, അത് പോകണ്ടെയാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വിശ്വസിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു സത്യമാണോ പിന്നെ അങ്ങനെ സംസാരിച്ചു ശരിക്കും എന്നൊക്കെ. സത്യമാണോ ശരിക്കും ഉള്ളതാണോ, എന്നിട്ട് പിന്നെ അങ്ങനെ പ്രേമമായി. അതെ, പിന്നെ ഫോണായി പ്രേമായി. ആ പിന്നെ അങ്ങനെ ഇവിടെ വരെ എത്തി. അതെ, അങ്ങനെ പിന്നെ ആസ് യൂഷ്വൽ വീട്ടുകാർക്കൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ചേട്ടയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അമ്മയും അച്ഛനും മരിച്ചു പോയതാ. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു അനിയൻ മാത്രമേ ഉള്ളൂ. അനിയൻ 4ാം ക്ലാസ്സിലായിരുന്നു അന്ന്. 15 വയസ്സിന്റെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അനിയൻ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ വീട്ടുകാർക്ക് പിന്നെ വേറെ കാസ്റ്റാണ്, ക്രിസ്ത്യനാണ്. അപ്പം അതൊക്കെ വീട്ടുകാരെ ആലോചിക്കുമ്പോ വേണ്ട. അവര് നോക്കുമ്പോ ആരുമില്ല, ഞാൻ മാത്രം, ഒരു അനിയൻ മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങള് ഇവര് രണ്ടൊരു അസുഖമൊക്കെ ആയിട്ടാണ് മരിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു ഗതിയില്ലാത്തൊരു ചെറുപ്പക്കാരൻ, പിന്നെ വേറെ കാസ്റ്റ്, അത് വലിയ സംഭവമായിരുന്നു അന്നൊക്കെ. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതായത്. ഇപ്പോഴും കുഴപ്പമുള്ള ഉണ്ടല്ലേ. അങ്ങനെ പ്രശ്നമായിരുന്നു. പിന്നെ അങ്ങനെ സുപ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഇറങ്ങിപ്പോയോ? അല്ല, ഞാൻ വീട്ടില് പറഞ്ഞിട്ടാ പോകുന്നത്. വീട്ടില് ഞാൻ പറഞ്ഞാ പോവാണ് അമ്മ ഞാൻ പോണല്ല, നേരിട്ടല്ല ഞാൻ പറഞ്ഞ പോട്ടോ ഇറങ്ങിയപ്പോ അതെവിടുന്ന് ആ സമയത്തേക്ക് അവരന്ന് വേറെ കല്യാണം, പിന്നെ ഭയങ്കര സംഭവമായിരുന്നു. അല്ല അതല്ല, എന്റെ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഇല്ലാത്തത്. അച്ഛന് കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മയ്ക്കും അമ്മയുടെ വീട്ടുകാരെ ആലോചിക്കുമ്പോ അമ്മയ്ക്കും പ്രശ്നമാണ്. പിന്നെ എന്റെ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവരൊക്കെ കേട്ടപ്പോ ഭയങ്കര കമ്പനി ആയതുകൊണ്ട് നമുക്കിപ്പോ അവര് വല്ലാതെ കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു അപ്പൊ എങ്ങനെ ചേട്ടൻ വന്ന് വിളിച്ചിറക്കി കൊണ്ടോ വീട്ടിൽ വന്നോ? ഇല്ല, ഞാൻ പറഞ്ഞു ഇന്ന ബസ്സിന് കയറി വന്നാൽ മതി, ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ വരെ പോയി ഇറക്കി കൊണ്ടുപോകുന്ന ധൈര്യം ഒന്നുമില്ല. അന്ന് എനിക്ക് 23 വയസ്സേ ഉള്ളൂ. എന്താ അവള് ആദ്യമായിട്ട് കേട്ട എക്സൈറ്റ്മെന്റിൽ എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, ദേവുനറിയാം, ദേവുനറിയാം. പിന്നെ ദിയമ്മോളോട് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ദേവ് പറഞ്ഞ ദിയ അറിയേണ്ടതാണ്. അപ്പൊ ഞങ്ങളത് വിചാരിച്ചു, അറിഞ്ഞു എന്ന് വിചാരിച്ചു. 23 വയസ്സിൽ അങ്ങനെ കൂടിപ്പോയോ വയസ്സ്? പപ്പയ്ക്ക് 23, എനിക്ക് 18. എന്നിട്ട് ബസ്സിൽ അവിടെ പോയി ഇറങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങള് എന്റെ അമ്മയുടെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവര് അപ്പൊ അങ്ങനെ അവര് ഇതിലങ്ങനെ പോയി. പിന്നെ ഞങ്ങക്ക് അവിടെ ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ദിവസം മാറി നിന്നു. അങ്കിളുടെ വീട്ടിൽ പോയിരുന്നു, പാലക്കാട്. പിന്നെ ഇവര് അവിടുന്ന് വിളിച്ചു. അപ്പൊ അവര് അന്ന് പോലീസ് കംപ്ലൈന്റ് ചെയ്തോന്ന് എനിക്കറിയില്ല. എന്തോ എന്തായാലും എന്നെ നിലമ്പൂർ CI വിളിച്ചു. CI വിളിച്ചപ്പോ അന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ CI വിളിച്ച സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു CI. ഞാൻ എന്റെ ഏതോ ഫ്രണ്ട്സ് സൗണ്ട് മാറ്റി വിളിക്കാന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലായിരുന്നു തിരിച്ച് സംസാരിച്ചത്. അപ്പം എന്നോട് പുള്ളി ലാസ്റ്റ് പറയണം, ഞാൻ CI നമ്പർ വേണമെന്ന് ചെക്ക് ചെയ്തൊക്കെ. എന്നിട്ട് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു, കുമാർ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ വൈഫ് അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ നമ്പർ അയച്ചു കൊടുത്തത്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ച് എങ്ങനെ വിളിക്കുന്നുണ്ടോ, അപ്പൊ വിളിച്ചിട്ട് സീക്കോ അത് അയ്യോ പേടിച്ച്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അപ്പം ഒരു കേസൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പോയില്ല, സ്റ്റേഷനിൽ പോയില്ല. പിന്നെ ഞങ്ങളെ ചെന്ന് അങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്തതിന്റെ ആ ഒരു ചെയ്തതിൻ്റെതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ അവര് പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ദേവുനെ ഗർഭിണിയായിരുന്ന സമയത്ത് അങ്ങാണ്ടാണ് ഒരു 6-7 മാസമൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടെ ഒരു ദിവസം വന്ന് ഇവരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതോടുകൂടി അത് തീർന്നു. പിന്നെ അന്ന് പോയതാ, പിന്നെ തിരിച്ചാ വീട്ടിലോട്ട് പോയിട്ടില്ല. അതെ, പിന്നെ എന്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ അവര് അവിടെ കുറെ കാലം അവിടെ ആയിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് ഗൾഫിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ വീടൊക്കെ വെച്ച് മാറി. ഇപ്പം പോയവരൊക്കെ തിരിച്ചു വന്നു എല്ലാരും. ഇപ്പം അവര് അത് ആ ഒരു ഇതോടുകൂടി ദൈവന്റെ പ്രസവത്തോടുകൂടി എല്ലാം സെറ്റ്. ദൈവം വന്നല്ല, ശരി. മറ്റൊരു പരസ്യമില്ലേ, ജൂലി വന്നു അടുക്കള ഒരു കൊട്ടാരമായി. അതെ.
ഓക്കെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൂപ്പർ ആയിട്ട് പോകും. അടിപൊളിയായിരുന്നു. എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ പ്രപ്പോസ് ചെയ്തതാണല്ലോ. അപ്പൊ പിന്നീട് എപ്പോഴെങ്കിലും ലൈഫിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ആര്? ചേട്ടൻ ചേച്ചി? ചേട്ടനോ? പിന്നെ വേറെ മറ്റേ ഏതൊരു കോമഡിയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇത് പറയുന്നുണ്ടല്ലോ, വോട്ട് ചോദിച്ചു വോട്ട് എന്തോ പറയുന്നുണ്ടല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും ചേട്ടൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു അവസരം തരാം. അച്ഛൻ നിങ്ങക്ക് കാണണ്ടേ? നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അന്ന് അച്ഛൻ എങ്ങനെ നേരിട്ട് ഞങ്ങള് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കാണാറേ ഇല്ല സത്യത്തിൽ. അടുത്ത് നിന്നിട്ട് അല്ലല്ല, ഞങ്ങൾ കാണാറില്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് കാണും. ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഞാൻ ബസ്സിലിരിക്കുമ്പോ പുള്ളിക്കാരൻ സ്റ്റുഡിയോ ആണ്, അവിടെ മേളിലെ സ്റ്റുഡിയോയിൽ അവിടെ നിന്ന് നോക്കാം, അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ എന്നല്ലാതെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അടുത്ത വീട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കാണാറില്ല. ഇല്ല. വളരെ അതൊക്കെ ട്രൂ ലവാ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ കിട്ടോ? വളരെ അപൂർവമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നേരിട്ട് പ്രപ്പോസ് ചെയ്യാം. പിടിയോ ഐശ്വര്യായിട്ട് എങ്ങനെ പ്രപ്പോസ് ചെയ്യണ്ടേ? ആ ടൈമിന് പ്രപ്പോസൽ ചെയ്താൽ മതി. ഞാൻ പൂവ് ഇങ്ങനെ ജസ്റ്റ് കൊടുക്കാം, ഞാൻ ജസ്റ്റ് വാങ്ങാം, എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിച്ചു. സംസാരിക്കാറ് ഞങ്ങൾ കണ്ണുകൾ കൊണ്ടും ഹൃദയം കൊണ്ടുമാണ് സംസാരിക്കാറ്. കേൾക്കണോ? നാട്ടിൽ കൊണ്ട് ഞങ്ങൾ അധികം സംസാരിക്കാറ്. പിന്നെ വേണമെങ്കിൽ വോയിസ് ഓവർ അയച്ചു തരാം. 2 ഡയലോഗ്. ഓക്കെ. ഈ 17 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രപ്പോസ് ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് റോസപ്പൂ അല്ലാതെ വേറൊന്നും എനിക്ക് തരാനില്ല. ഐ ലവ് യു. കൊള്ളാം. പക്ഷെ തിരിച്ചെന്താ പറയാനുള്ള? എനിക്ക് എന്താ പറയാ, എനിക്കും ഇഷ്ടമാണ്. ഭർത്താവായിട്ട് ചേട്ടനെ തന്നെ സെലക്ട് ചെയ്ത് എനിക്കൊരു ഭയങ്കര അഭിമാനവും സന്തോഷവും ഉണ്ട്. എനിക്ക് ഇത്രയും നല്ലൊരു ലൈഫ് തന്നതിൽ താങ്ക് യു സോ മച്ച്. ഇനി ശരിക്കും പറയാം, 17 വർഷം കല്യാണം കഴിച്ചിട്ട്, അതായത് എല്ലാ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളല്ലേ. ഇപ്പൊ എങ്ങനെ ആസ് എ വൈഫ്? അടിപൊളിയാണ്. മീൻസ് ഞാൻ എന്ന് വെച്ചാൽ അങ്ങനെ ജീവിച്ച് ജസ്റ്റ് പോവണം എന്ന് മാത്രം ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു ആളായിരുന്നു. നമുക്കങ്ങനെ സേവിങ്സിനെ കുറിച്ചോ, നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം ചിലവാക്കണം അങ്ങനെ, പക്ഷെ സേവിങ് സൈഡോ അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊന്നും അത്ര ബോധമായിട്ടല്ലായിരുന്നു. അപ്പം പുള്ളിക്കാരിയായിട്ട് അടിപൊളിയാണ്. നമ്മളെ ഒരു കറക്റ്റ് റൂട്ടിലൂടെ കൊണ്ടുപോയി ഇന്ന സംഭവം അത് നമുക്ക് വാങ്ങിയിടാം, അത്ര പൈസയാകുമ്പോൾ നമുക്ക് ഇത്ര സേവ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല പ്ലാനിങ് ഉള്ള ആളാണ്. എനിക്കത്ര പ്ലാനിങ് ഇല്ല. ഞാനങ്ങനെ മീൻസ് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇങ്ങനെ എഴുതണം, ഷൂട്ട് ചെയ്യണം, അങ്ങനെ ഈ ഒരു ഫീൽഡ് താല്പര്യമായിരുന്നു, സിനിമാ പരിപാടികൾ. അപ്പം അതിന് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ബാക്കിയെല്ലാം പുള്ളിക്കാരിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയാണ് നമ്മളെ അന്ന് സെറ്റാക്കി എടുത്തത്. അങ്ങനെ ഇരുന്ന് തിരിച്ച് എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലൊരു ലൈഫ് തന്നതിലെ ഒരുപാട് നന്ദിയുണ്ടെന്ന്. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്ത് പോവാം, ഇയാളാണ് എൻ്റെ ജീവിത പാർട്ട്ണർ, ഇയാൾ മതി എനിക്കെന്ന് തോന്നാനുള്ളൊരു റീസൺ അന്ന് എന്തായിരുന്നു? അന്ന് എന്താന്ന് വെച്ചാൽ ആരുമില്ല, ഒരാളും പാരൻസോ അങ്ങനെ ആരും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഒരു ലൈഫ് കൊടുക്കണം തോന്നി. പിന്നെ അതല്ല, നമ്മൾ മൈനസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊന്ന് എന്താ പറയുക, എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി, ഫാമിലിയിലുള്ള എല്ലാവരാണെങ്കിലും നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ നമുക്കെന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഉയർച്ചയിലേക്ക് എത്തണം. കാരണം നമ്മൾ പറ്റടിയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മളോട് സംസാരിക്കാൻ പോലും മടിച്ചിരുന്ന നമ്മുടെ കസിൻസുകളുണ്ട്. എല്ലാം ഓക്കെ ആയി.
അതായിരുന്നു എനിക്ക് കാണേണ്ടിയിരുന്നത്. ആ ഒരു പൊസിഷനിൽ ഇപ്പം എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പരിശ്രമിച്ചത്. പക്ഷെ ആ പരിശ്രമത്തിനൊക്കെ നല്ലൊരു റിസൾട്ട് ഇപ്പൊ അതെ, എൻ്റെ ചേട്ടായി അത്രയും സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അല്ല, ഞാൻ പറയുന്നത് കേൾക്കാത്തൊരു ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് ഇവിടം വരെ എത്താൻ പറ്റില്ല. ഞാൻ ഈ ചാനലിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ സന്തോഷം, ബെസ്റ്റസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. അതെ, അത്രേ ഉള്ളൂ. ഇതല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സന്തോഷം. നമുക്ക് എന്തായാലും ഇത്ര നേരം സംസാരിച്ചോണ്ടേ ഞാനൊരു കുഞ്ഞു ടാസ്ക് തരാം. ഞാനിപ്പോ ദിയേന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കും. അത് ഞാൻ ദിയേനെ നോക്കിയായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതിന് ഉത്തരം പറയേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന ആളായിരിക്കും, അതായത് ചേച്ചി. അത് ദിയേനോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ അല്ല പറയണ്ടേ, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൻസർ പറയണം. പറയാം. അതേപോലെ ചേച്ചിന്റെ അടുത്ത് ഞാൻ ചോദിക്കും, അപ്പൊ അതിന് ചേച്ചി ഉത്തരം പറയാൻ പാടില്ല, ചേട്ടൻ പറയണം. അത് ഒരു ബന്ധമില്ലാത്ത ആൻസർ. അങ്ങനെ ഓക്കെ. ഇതാരാ മുടി കെട്ടി തന്നെ? ഞാൻ പറയണല്ലേ? പിന്നെ ഞാൻ പറയണം. എന്താ അമ്മ? ഓക്കെ, മൈക്ക് ആരാ വെച്ചെന്നേ? ഈ ഷാള് രസമുണ്ടെന്ന് എല്ലാരും പറയാറുണ്ട്. ചേച്ചിയുടെ കമ്മല് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എവിടെന്നാ വാങ്ങിച്ചേ? ഞാനേ ക്യാമറ ഏതെടുക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. പുതിയ സ്ക്രിപ്റ്റ് ഏതാ? എനിക്കത് ഇഷ്ടമല്ല. ചായ കുടിക്കാറുണ്ടോ? ചമ്മന്തിയാണ് എനിക്കിഷ്ടം. ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡ് ഏതാ? അയ്യോ, എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി. ഞാൻ അതിന് മറുപടി പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത്. അത് പറയാൻ പാടില്ല. ഒന്നും കൂടി ഇവിടെ അടുത്തുനിന്ന് വാട്ടോ. എന്താ പറയാ, ആ ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നോ? ഞങ്ങൾ കാറിനാണ് വന്നത്. പൊട്ട് കുത്തുന്നത് ഭയങ്കര ഇഷ്ടാണല്ലേ? ഞാൻ മസ്താനിയുടെ നോക്കിയിരിക്കായിരുന്നു. പുതിയ ഷോർട്ട് ഫിലിം ഒരു റൊമാൻറ്റിക് സാധനം ചെയ്യാൻ താല്പര്യമുണ്ടോ? എൻ്റെ ഫേവറേറ്റ് ഫുഡ് മന്തിയാണ്. ഈ അടുത്ത വാഴ 3ലേക്ക് കാസ്റ്റ് ചെയ്താല് പോവും? എന്റെ ചെരുപ്പ് കേടായി പോയി. ഒരു സിനിമ ഡയറക്ടർ ആവാൻ ഇഷ്ടമാണോ? എനിക്കങ്ങനെ ചോദിച്ചാ എന്താ പറയാ, ചേട്ടനോട് ചോദിക്കാം, ഇഷ്ടപ്പെട്ട നടനാരാ? ക്ലിപ്പ് നല്ല രസമുണ്ട്. ഏതാളുടെ കൂടെ ആക്ട് ചെയ്യണ കൂടുതൽ ഇഷ്ടം? എനിക്കൊരു ഷാള് വാങ്ങിക്കണം. ഈ പല്ലിന് എന്ത് പറ്റി? ഇല്ല, ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല രാവിലെ. അവിടെ മഴ ഉണ്ടായിരുന്നോ? നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഈ മുടി ആരാ കെട്ടി തന്നെ? എനിക്ക് വാഴ 3 അഭിനയിക്കണം എന്നുണ്ട്. ഹാഷിറിന്റെ ഫാനാണോ? മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമാണ്. മമ്മൂക്കിനെ വെച്ച് ഒരു പടം പിടിച്ചാലോ? ടാറ്റു കിടില. ഈ നെയിൽ പോളിഷിന്റെ കളർ ഏതാ? എനിക്ക് മസ്താനി ചേച്ചിന്റെ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് വാങ്ങണം എന്നാണ് ഇപ്പോഴേ ആഗ്രഹം? ഇല്ല, ഞാൻ ഡിഗ്രിക്ക് പോയിട്ടില്ല. പ്രീ ഡിഗ്രി വെച്ച് അടുത്ത അവസാനം. ചേട്ടന് മീശ ഒറിജിനലാണോ? എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഡ്രസ്സ്. സാരി ഉടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. സാരി ഉടുക്കാറില്ല? എന്റെ ഫേവറേറ്റ് ഫുഡ് മന്തിയാ. നന്നായിട്ട് തോന്നുന്നുണ്ട്. ചേച്ചി മാത്രം നമ്മളിങ്ങനെ പോയ കുറെ ടൈം എടുക്കും, പക്ഷെ നന്നായിട്ട് ചെയ്തു. പുള്ളിക്കാര് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് അവര് താല്പര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് താല്പര്യം. കാരണം ഇവിടെ ചോദിക്കുന്നതിന്റെ ആൻസർ അടുത്ത റൗണ്ടിൽ പറയുന്നുണ്ട്. കൊള്ളാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേറൊരു റൗണ്ട് തരാം. ഒരു ഓക്കെ, പെട്ടെന്ന് ഉത്തരം പറയണം. ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ആരാ റെഡി ആവാൻ? ദേവു. ആണോ? എന്താ? വ്ളോഗ് ഞാൻ റെഡി ആവുന്നുണ്ടോ? അതെങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ റെഡി ആവില്ല? അതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാ? ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ്? ആണോ? എന്താ? കുളിച്ചു വരുന്ന 1 മണിക്കൂർ, 1.5 മണിക്കൂർ ഒരു സോപ്പ്, ഒരു കുളിക്ക്. അയ്യോടാ. ഓക്കെ. ഏറ്റവും കൂടുതൽ ഷൂട്ടിന്റെ ഇടയില് ഡയലോഗ് മറന്നു പോകുന്നതാരാ? ഏറ്റവും കൂടുതൽ മറന്നു. അപ്പൊ എങ്ങനെ ചൂടാവോ? ചൂടാവാൻ മാത്രല്ല, ഞാൻ എപ്പോഴും ചിരിക്കും. അപ്പൊ അതിന് ദേഷ്യപ്പെടും. ചിരിക്കണം. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും കരയേണ്ട ഏതെങ്കിലും രംഗങ്ങൾ. അപ്പൊ പിന്നെ വേഗം ചിരി മാറും. ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നതാരാ? എനിക്ക് ദിയുണ്ട്,
ഞങ്ങൾ രണ്ടുപേരും. ദിയക്ക് പക്ഷേ ഡയലോഗ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്ലോഡ് ആയതിനു ശേഷം ആരാണ് ആദ്യം പോയിട്ട് കമന്റ് സെക്ഷനിൽ ഇരിക്കുന്നത്? ഞാൻ പപ്പ. ഞാൻ വേറെ മൊബൈലൊന്നും ഇല്ല, എന്റെ അതിനകത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു കമന്റ് സെക്ഷൻ. നോക്കുന്നത് നിങ്ങളായിരിക്കും, ബ്ലോഗൊക്കെ അമ്മ റിപ്ലൈ കൊടുക്കുന്നതും നോക്കുന്നതും ഞാനായിരിക്കും. ഫസ്റ്റ് കമന്റ്സ് എടുത്ത് നോക്കുന്നത് നിങ്ങളാണ്. എന്നാ കമന്റ് സെക്ഷനിൽ ആദ്യം ഇരിക്കുന്നത് അപ്പൊ ചേട്ടൻ തന്നെ. അതെ, ഓക്കെ റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ. ഈ റീൽ അഡിക്റ്റ് ആരാ നിങ്ങളോട്? ദേവു. എന്താ ഫുൾ ടൈം റീൽസ് ആണോ? ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ നോക്കി അതിന്ന് ഓരോ കണ്ടന്റുകൾ ആലോചിച്ച് പിന്നെ എങ്ങനെ എടുക്കണം എന്ന് ആലോചിച്ച് അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറെ ഫ്രണ്ട്സ് പോയിട്ടുണ്ട്. അയ്യോ സത്യട്ടാ, റീലിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ക്യാമറയുടെ മുന്നിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഏറ്റവും കഷ്ടപ്പെടുന്ന ആരാ? ചെയ്യാമോൾ. നമ്മളിപ്പോ ഒരു സീൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ഇവരോട് അങ്ങനെ അങ്ങനെ വന്ന് നിക്കണം പറഞ്ഞു ദിയാനോട് അങ്ങനെ പറയും. പക്ഷെ ഇവരെല്ലാത്തിനും മുമ്പ് ചിലപ്പോ ദിയ ഇടിച്ച് ദിയ. ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന ആര്? ഇപ്പൊ ഈ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിയാറില്ല നെഗറ്റീവ് കമന്റ്സ് ഒന്നും അങ്ങനെ അല്ലാതെ. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഹാൻഡിൽ ചെയ്യുന്ന ഞാനായിരിക്കും, ടെൻഷൻ അടിക്കുന്നത് ഞാനായിരിക്കും. അയ്യടാ. നിക്കിക്ക് ഇപ്പൊ അതായത് റിയലിൽ നിക്കി ഇപ്പൊ സംസാരിക്കാനുള്ള ഒരു കഴിവുള്ള നായ്ക്കുട്ടി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറയാൻ പോകുന്ന ആരെ കുറിച്ചായിരിക്കും? ഞാനാണ് നിക്കിനെ ഏറ്റവും കഷ്ടപ്പെടുന്നത്. നിക്കിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഒരു വുഡിന്റെ ബെഞ്ച് ഉണ്ട്, അതിന്റെ അടിയിൽ കിടന്നുറങ്ങാനാണ് ഏറ്റവും ഇഷ്ടം. ഞാനാണ് വിളിച്ചു കൊണ്ടുവന്ന് ക്യാമറന്റെ മുന്നിൽ ഇരുത്തി. പിന്നെ കുറെ നേരമൊക്കെ ഇരിക്കണല്ലോ, അപ്പം ഉച്ച സമയത്തൊക്കെയാണ് ഷൂട്ടിങ്, ഫുഡൊക്കെ കഴിഞ്ഞ് നിക്കി ഭയങ്കര ഉറക്കായിരിക്കും. അത് നിക്കിനെ ഇരുത്തി കഴിഞ്ഞാൽ നിക്കി ആ പൊസിഷനിൽ ഇരിക്കും, മാറൊന്നുമില്ല. പക്ഷെ ഉറങ്ങി ചിലപ്പോ വീഴും, മറന്നു വീഴും. എന്നാലും പിന്നെ ചാടി എണീറ്റ് പിന്നെ അതേവരെ പഴയ പൊസിഷനിൽ ഇരിക്കും. ഒന്ന് ഓടി വരാൻ പറയും, പൂച്ചാന്ന് പറയുമ്പോഴത്തേനും ഓടിക്കോളും. ഓടി വരാൻ പറയും. അപ്പോഴാണ് ആക്റ്റീവ്. നമ്മൾ വിചാരിച്ച എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ നിക്കി ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഓക്കെ. അഥവാ നിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് കമ്പനി ആവാൻ പോകുന്നത് ആരുടെ അടുത്തായിരിക്കും? ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കാൻ പോകുന്നത് ആരുടെ കൂടെ ആയിരിക്കും? കമ്പനി ആവുന്നത് ദിയമോളായിരിക്കും, പക്ഷെ ഇഷ്ടം ഉണ്ണിമോളായിരിക്കും. എന്നെയായിരിക്കും. ഫുഡ് കൊടുക്കുന്നതും എന്നെയാണ് കൂടുതൽ താല്പര്യം. ചെറുപ്പം മുതലേ. സ്വന്തം വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാ? അമ്മ. അതെന്താ പെട്ടെന്ന് തന്നെ ഒട്ടും ആലോചിച്ചില്ല, അപ്പൊ തന്നെ ആൻസർ പറഞ്ഞു? ആയിരിക്കും. എപ്പോഴും കാണും, മടുക്കണ വരെ കാണും. അപ്പൊ ദിയമോൾ എന്താ പറയാ? ഏത് വീഡിയോ? ഷോർട്ട് ഫിലിം വ്ലോഗാണ്? ഏത് വ്ലോഗ്, ഷോർട്ട് ഫിലിം, സ്റ്റാറ്റസ് ആണ് എന്റെ ഫോട്ടോ ഇട്ട. ഞാൻ എന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അല്ലാതെ ഞാൻ അത് ആർക്കെങ്കിലും അയച്ച വോയിസ് മെസ്സേജ് ആണെങ്കിലും ഒരു 3 പ്രാവശ്യം സ്വന്തമായിട്ട് ഇരുന്ന് കേൾക്കും. ആണോ ദിയ? വേറെന്തൊക്കെ ചെയ്യാറുണ്ട് അമ്മ? അമ്മ വോയിസ് മെസ്സേജ് പിന്നെയും കാണും, സ്റ്റാറ്റസ് പിന്നെയും കാണും, വ്ലോഗ് പിന്നെയും കാണും. അങ്ങനെ പഴയ ഷോർട്ട് ഫിലിം ഒക്കെ പിന്നെയും കാണും. ദിയമോള എനിക്ക് ഭയങ്കര ഇഷ്ടം പഴയ ഷോർട്ട് ഫിലിംസ്. അന്നത്തെ കോമഡി ആയിരുന്നു കൂടുതൽ. ഓക്കെ. അപ്പൊ നമ്മള് നോർമലി ഇപ്പൊ സംസാരിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ടിക്ടോക്കില് നമ്മൾ വീഡിയോ ചെയ്തിരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഒരു കുട്ടിമാമനുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും ആരാണ്? കുട്ടിമാമനാണ് അർജുൻ. അതെ അതെ, അതാണ് അനിയൻ. അവനിപ്പോ നമ്മുടെ കൂടെ ഉണ്ട്, വീട്ടിലുണ്ട്. നമ്മുടെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ആള് പുള്ളിയെ അർജുൻ അനിയനാണ്. മറ്റേത് കസിൻ അനിയനാണ്, അത് ടിക്ടോക്കിലുണ്ടായിരുന്നത്. പുള്ളി അബ്രോഡാണ്, അയർലൻഡിൽ രണ്ടും മാമൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വന്നത്. ഈ യൂട്യൂബ് തുടങ്ങി നമ്മളിപ്പോ നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ നമുക്ക് എഴുതാൻ കഴിവുണ്ട്. ആ എഴുത്ത് വെച്ചിട്ട് ക്യാഷ് കിട്ടാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു എമൗണ്ട് എന്തായാലും വന്നിട്ടുണ്ടല്ലോ, അതൊരു സ്പെഷ്യൽ എമൗണ്ട് ആയിരുന്നു. അത് എങ്ങനെയായിരുന്നു? അത് കിട്ടിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ്, അത് നിങ്ങൾ എന്താ ചെയ്തത്? ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങള് ചെയ്തത് ഞങ്ങളെല്ലാവരും
ഒരേപോലെ ഫുഡീസ് ചെയ്തുകൊണ്ട് നേരെ പോയി ഫുഡ് കഴിച്ചു അത്രേ ഉള്ളൂ. അപ്പം അന്ന് പക്ഷെ എല്ലാ മാസവും ഒന്നും വരില്ലല്ലോ, നമുക്ക് 2-3 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഫസ്റ്റ് റവന്യൂ വരുന്നത്. പിന്നെയാണത് മന്ത്ലി ആവുന്നത്, പിന്നെയാണത് എമൗണ്ട് കൂടിക്കൂടി വരുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അങ്ങനെ കിട്ടി അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വീണ്ടും കണ്ടന്റ് ചെയ്യാനുള്ളൊരു ഉണ്ടായത്. ദേവുനൊക്കെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് എന്തായാലും വാങ്ങി തരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അന്നൊക്കെ അങ്ങനെ പുറത്തധികം പോയി കഴിക്കുന്ന സമയമല്ലായിരുന്നല്ലോ, വീട്ടിലായിരുന്നു കൂടുതൽ. അപ്പോൾ നമുക്കിങ്ങനെ റവന്യൂ വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പുറത്ത് പോകുന്ന ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരു സ്പെഷ്യൽ സന്തോഷമായിരുന്നു അന്നൊക്കെ. പിന്നെ ഞങ്ങൾ കണ്ടന്റ് സീരിയസ് ആയിട്ട് എടുത്ത പിന്നെ എല്ലാം നല്ലതായിരുന്നു. നമുക്ക് എന്തായാലും വേറൊരു ഗെയിമിലേക്കും കൂടെ പോവാം. ഗെയിംസ് അതിന് ഇഷ്ടല്ലേ? ഞാൻ കുറച്ച് ഫിലിം പേരുകൾ പറയാം. അപ്പൊ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കണം, ഞാൻ അവർക്ക് അത് കാണിച്ചു തരും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളെ കൊണ്ട് നിങ്ങൾ ആക്ട് ചെയ്ത് പറയിപ്പിക്കണം. സംസാരിക്കാൻ പാടില്ല. വേറെ അറിയാലോ അത്. ഫസ്റ്റ് ആരാണ്? ദേവ് വന്നോട്ടെ. ചേച്ചി ഇതാണ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, മനസ്സിലായി. പുതിയ സിനിമയാണോ? പഴയ സിനിമ. എത്ര പഴയതാ? ദേവോ? ഞാൻ എന്റെ എനിക്ക് നമ്മൾ. ഞാൻ. ഇംഗ്ലീഷ് വേർഡാണോ മലയാളം വേർഡാണോ? മേഘന. ദേവു. മേ. മാ. 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 മാൻ. മാ. മാൻ. മാ. മൈ. 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 മൈ നെയിം. മൈ നെയിം. My name is Gun. അതാണോ? എഴുതാണോ പേര്? Love letter. മൈ ലെറ്റർ. ഹഗ് ചെയ്യുന്നോ? ഇഷ്ടം, സ്നേഹം, പ്രേമം, വാത്സല്യം, ചുച്ചു, കരുണ, കെട്ടിപ്പിടിക്കണോ? മൈ ഇത് ആരുടെ സിനിമ? അറിയില്ല. സ്നേഹം. പഴയ സിനിമയാണോ പുതിയ സിനിമയാണോ? പഴയത്. കുറെ മുമ്പുള്ള കുറെ സിനിമ. മുന്നുള്ളതാ? കൊറേ മുമ്പുള്ള സിനിമ. ഇതിൽ അഭിനയിച്ചേക്കുന്ന ആരാന്നറിയോ? ഇല്ല. അപ്പൊ പേര് മാത്രമേ അറിയുള്ളൂ. കൊമ്പ്. മൈമാൻ. യുദ്ധം. മറ്റേത് കുതിരപ്പുറത്തോ? അല്ല, മറ്റേ ഇതില്ലേ ഇയാള് മായാവിയിലൊക്കെ. മായാവിയാണോ? മൈഡിയർ കുട്ടിച്ചാത്തനാണോ? കിട്ടില്ല. കുട്ടിച്ചാത്തര കണ്ടോ? അറിയാനോ? അയ്യോ, എനിക്ക് സിമ്പിൾ ആയിരുന്നു. ഞാൻ പപ്പ. പപ്പയുടെ സ്വന്തം അപ്പൂസൻ. പപ്പ. 4 വേർഡാണുള്ളത്. പപ്പ. വെള്ളം. തണ്ണി. വെള്ളം. മൈക്ക്. പാട്ട്. പാട്ട്. എനിക്കറിയുന്ന സിനിമയാണോ? ഞാൻ കണ്ടുണ്ടോ? എനിക്കറിയോ? മറ്റേ ആരഭിനയിച്ചത്? മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി. ആണോ? പൃഥ്വിരാജ്. മൈ പപ്പ. ഒരു പേരാണ് ഫസ്റ്റത്തെ വേർഡ്. രാജമായൻ. അതെ, ആ സിനിമയിൽ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്ത് കാണിച്ചത്. പക്ഷെ കുട്ടികൾക്ക് അറിയാൻ പറ്റും. ബ്രോഡായിട്ട് അല്ല അല്ല. ക്ലൂ കൊടുക്കാല്ലേ?
ജോ ജോൺ പപ്പ. ജോൺ ഹോറായി. ജോൺ ജോൺ പറഞ്ഞു. ജോൺ ബാക്കി രണ്ട് ജോൺസൺസ് പോപ്പിക്കുള. ജോൺ 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 4 ജോൺ 5 ജോൺ 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 ആദ്യം പറഞ്ഞത് എന്താ? ജോൺ ജോൺ ജോണി ജോണിയസ് പപ്പ. സിനിമ കണ്ടിട്ടുണ്ട് കുഞ്ചാക്കോന്റെ സിനിമയാണ്. ജോണി ഐഡിയ ഇല്ല. അത് ആരാണ്? നമുക്ക് ജോ എങ്ങനെ കിട്ടിയത്? ജോ ജോൺസൺ എന്ന് പറഞ്ഞു. ജോൺ മുച്ച്. പഴയതാ. ഹീറോയുടെ പേര്. ഹീറോന്റെ പേര് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാമ, ദിലീപ്, പൃഥ്വിരാജ്, ദിലീപ്. ദിലീപ്. താമര. വട്ടാണ്. ദിലീപിന് മറ്റുള്ള സിനിമ ഏതാ? ഒന്ന് തിളക്കം. തിളക്കം. How beautiful people. ചെല്ല് പറ്റും. മാറ്റുണ്ടോ? പുതിയതാ? പഴയതോ? ഇടത്തരം. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാമൻ, ദിലീപ്, പൃഥ്വിരാജ്, ദിലീപ്. ദിലീപ് തന്നെ. ദിലീപ്. കുഞ്ഞിക്കൂനാൻ. എനിക്കറിയില്ല. ഓക്കെ. എങ്ങനെ നടന്നു? കണ്ടിട്ടമ്മ? പഴയതാ. ഇടത്തരം. ദിലീപല്ല, മോഹൻലാൽ. സുരേഷ് ഗോപി, പൃഥ്വിരാജ്. മെയിൻ നടന്മാരല്ലേ? കണ്ണാണൂല. പാമ്പ്. പാമ്പോ? പക്ഷിയോ? ഒട്ടകം. ഒട്ടപക്ഷി. കോഴിയോ? പരുന്ത്. കാക്ക. ആകാശത്തിൽ പറക്കണ പ്രാവോ? പരുന്ത്. മൂങ്ങ. മൈന, മൂങ്ങ, വെള്ളിമൂങ്ങ. മൂങ്ങയ്ക്ക് കണ്ണു. നോക്കിയപ്പോ മൂങ്ങയാണ്. വാ. സ്പൈഡർമാൻ. ആടുണ്ട്. അറിയോ? വായിച്ചിട്ട് മനസ്സിലായോ? ആരാ സിനിമ അറിയോ? ഹീറോയുടെ പേര് പറഞ്ഞിട്ട് സിനിമ ഏതാന്നറിയോ? അറിയോ? ആ പുള്ളിനെ അറിയോ? ആ പേര് ഇവര് പറഞ്ഞ യെസ് പറയണം. ആ രണ്ട് സാധനം കാണിച്ചാൽ മതി. കണ്ടിട്ടുണ്ടോ സിനിമ? മലയാള സിനിമയാണോ? മലയാള സിനിമയാണോ? എന്താണ് ഇപ്പൊ പറഞ്ഞ പേരുമായിട്ട് ബന്ധപ്പെട്ട്? കൊരങ്ങ്. മലയാള സിനിമ കൊരങ്ങോ? ഫിലിപ്പ് മങ്കിപ്പന്ന. ആ ഓക്കെ. ഞാൻ മങ്കി പെന്ന പറഞ്ഞോണ്ട് മങ്കിനെ പെണ്ണിനെ കാണിക്കാൻ. ഓക്കെ, ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അച്ഛനൊരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അമ്മയ്ക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ? മക്കളെ അഭിനയിച്ച് കാണാൻ ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ദിയക്ക് ആഗ്രഹമുണ്ടോ സിനിമയിൽ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ? സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ട്. ആരോട് അഭിനയിക്കാൻ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ആരായാലും അങ്ങനെയൊന്നുമില്ല, ആരാണെങ്കിലും ഒരു നല്ല ക്യാരക്ടർ കിട്ടിയ മതി. നല്ല ക്യാരക്ടർ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം എൻക്വയറി വന്നിരുന്നു, പക്ഷെ അത് അത് ഫൈനലായില്ല. ഫൈനലായില്ല. നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ. നോക്കാം. ഓക്കെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫിലിം പ്രൊമോഷൻ കാണാം. അതെ. ഓക്കെ, അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മൾ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി അവർ ഇവിടെ ഉണ്ട്. അപ്പോ ഇതുപോലെ ഷോർട്ട് ഫിലിംസിൽ മാത്രം ഒതുങ്ങാതെ ബിഗ് സ്ക്രീനിൽ എത്രയും പെട്ടെന്ന്
നിങ്ങളെല്ലാവരെയും കാണാൻ സാധിക്കട്ടെ Thank എന്ന് you. ആശംസിക്കുന്നു. ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങളും ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നു. നല്ല നല്ല സിനിമകളുടെ നല്ല നല്ല ഭാഗങ്ങളാവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എപ്പോഴും ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് ബ്ലെസ്ഡ് ആയിട്ടൊക്കെ മുന്നോട്ട് പോവാം. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.